നമസ്കാരം. ഈവനിംഗ് മലയാളം വിശദമായ വാർത്തയിലേക്ക് പോവുകയാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് തിരിച്ചടി. രാഹുലിന്റെ എല്ലാ വാദങ്ങളും തള്ളിയ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരം ആയിരുന്നില്ലെന്നും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തുടരും. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ജാമ്യം നിഷേധിച്ചുള്ള കോടതി ഉത്തരവിലുള്ളത്. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ച കോടതി രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടി. പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരമായിരുന്നില്ല. ജാമ്യം അനുവദിച്ചാൽ കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. പരാതിക്കാരിയെ പ്രതി ഭീഷണിപ്പെടുത്തിയേക്കുമെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിച്ചു. അറസ്റ്റ് നിയമപരമല്ലെന്ന രാഹുലിന്റെ വാദം സുപ്രീം കോടതി വിധി പരാമർശിച്ച് കോടതി തള്ളി. 3 ദിവസത്തിനുള്ളിൽ FIS-ൽ പരാതിക്കാരി ഒപ്പിട്ടില്ലെന്ന പ്രതിഭാഗം വാദവും കോടതി അംഗീകരിച്ചില്ല. ജാമ്യം തള്ളിയതോടെ രാഹുൽ മാവേലിക്കര ജയിലിൽ തുടരേണ്ടി വരും. ഹർജിയുമായി തിങ്കളാഴ്ച പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് നീക്കം. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്താകാതിരിക്കാൻ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം. വിദേശത്തുള്ള പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ചോദ്യം ചെയ്യലുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. കേസിലെ തെളിവെടുപ്പും പോലീസിന് പൂർത്തിയാക്കാനായിട്ടില്ല. ന്യൂസ് മലയാളം, പത്തനംതിട്ട.